നമസ്കാരം, നിലക്കൽ ബി ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ നിലക്കൽ ബി ഗാർഡനിൽ ഞങ്ങളുടെ മലപ്പുറം നിലമ്പൂരിൽ നിന്ന് രണ്ട് സഹോദരങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തിനാ എത്തിയെന്നറിയാമോ? ചെറുതേൻ എടുക്കുന്നത് ലൈവായിട്ട് കാണാൻ. അവർക്ക് ഏകദേശം 5 കിലോ 6 കിലോ ചെറുതേൻ വേണമെന്ന് പറഞ്ഞാണ് വന്നത്. അപ്പം ഏകദേശം നമ്മൾ ഒരു സൈറ്റിലെ മൊത്തം തേനും എടുത്തു. ഇതുപോലെ ഒരു പാത്രത്തിന് ഏകദേശം ഈ ഒരു കാൽഭാഗത്തിനടുത്ത് തേനായി ഇപ്പം. അപ്പം ഇതെല്ലാം ഇനിയും ഉരുകി വീഴാനുണ്ട്. അപ്പം നമ്മൾ ഇന്ന് രാവിലെ തുടങ്ങിയ പണിയാണ് അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? എന്നെ 2 ദിവസം മുമ്പാണ് വിളിച്ചത്. എത്രയും വേഗം വരും, ഞങ്ങൾക്ക് ചെറുതേൻ ആവശ്യമുണ്ട്, ലൈവ് കാണണം, നേരിട്ട് എടുക്കണം, എങ്ങനെയാണ് എടുക്കണമെന്ന് കാണണം ഒക്കെ പറഞ്ഞാണ് വന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പ്രതീക്ഷയില്ല മലപ്പുറത്തുനിന്ന് ഇവിടെ വരെ വന്ന് ഇതൊക്കെ കാണാൻ വേണ്ടി വരുമെന്ന്. കാരണം ഇതുപോലെ ഒത്തിരി കോൾസ് നമുക്ക് വരാറുണ്ട്. എന്നിരുന്നാലും അവർ വിളിച്ച് കൺഫേം ചെയ്ത് ഇവിടെ വന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ചെറുതേൻ എടുക്കുന്നതും തേനീച്ച കൃഷിയെപ്പറ്റി കൂടുതൽ അറിയുന്നത്. അപ്പോൾ ഇവരുടെയും കൂടെ സഹായത്തിലാണ് ഞാനിന്ന് ഈ തേനൊക്കെ എടുത്തത്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? നിലക്കൽ ബി ഗാർഡൻ വന്നതിന് ശേഷം നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക. ആദ്യം ഞങ്ങൾ ഒരാഴ്ചയായി പല സ്ഥലങ്ങളിലായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 5 കിലോ ലൈവായിട്ട് ഇത് എങ്ങനെ കിട്ടും എന്നത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പല ആളുകളും കൃഷി ചെയ്യുന്നതൊക്കെ പറഞ്ഞെങ്കിലും ലൈവായിട്ട് തരാൻ അവർക്ക് ഇത്ര ഒരു 5 കിലോ ഒന്നിച്ച് തരാനുള്ള സംവിധാനങ്ങൾ ആരുടെടുത്തും ഇല്ല. അങ്ങനെയാണ് ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്ന്, ഞാൻ പെരിന്തൽമണ്ണയാണ്, അദ്ദേഹം നിലമ്പൂരാണ്, ഞങ്ങൾ ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്, വടകരയാണ്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ എത്തിയത് ഇങ്ങനെ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ടാണ് അവസാനം ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് കൊണ്ടിരുന്ന ഏറ്റവും നല്ല പൊസിഷനിലാണ് എത്തിയത് എന്ന് മനസ്സിലായി. നല്ല എല്ലാ സംവിധാനങ്ങളുമുള്ള ഏകദേശം നിങ്ങളൊരു കണക്കൂട്ടിൽ നമ്മൾ ഏകദേശം എത്ര പെട്ടി പൊട്ടിച്ചപ്പോഴേക്കും ഇത്ര തേൻ കിട്ടിയത്? നമ്മളൊരു 8-9 10 പെട്ടിയോളം പൊട്ടിച്ചിട്ടുണ്ടല്ലേ? 10 പെട്ടിക്ക് മേളിൽ പൊട്ടിച്ചു. എനിക്ക് തോന്നുന്നു 13 പെട്ടി പൊട്ടിച്ചെന്ന് തോന്നുന്നു. എണ്ണം എടുത്തില്ല. വലിയ സക്സസ് ആയിരുന്നു. കാരണം ഇത്ര കൂടുതൽ ഒരു കൃഷി ചെയ്യുന്ന ഇത്ര പാരമ്പര്യമുള്ള ഒരാളടുത്താണ് ഞങ്ങൾ എത്തിപ്പെട്ടത് എന്നൊരു വലിയ സന്തോഷമുണ്ട്. അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് 13 വർഷത്തോളം നിങ്ങൾക്ക് ഈ ഫീൽഡിൽ പാരമ്പര്യമുണ്ട് എന്നത് തന്നെ ഇവിടെ വന്നപ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെ വീടും ചുറ്റുപാടും നിങ്ങളെ ഷോപ്പും എല്ലാ സംവിധാനങ്ങളും ഉള്ള ഇതിൻ്റെ റിഫൈനിങ്, ക്ലീനിങ്, ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു സംവിധാനം തന്നെ നിങ്ങളെ കൂടെ ഉണ്ട് എന്നത് വലിയ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും തുടർന്ന് ഇവിടെ വരണം എന്നാണ് ആഗ്രഹം. പ്രോസസ്സിൽ ഇപ്പോൾ എന്നെ കൂടുതൽ ആകർഷിച്ചത് ഒരുപാട് സംവിധാനങ്ങൾ. നിങ്ങൾ വെറും തേൻ എന്നതിലപ്പുറം തേൻ്റെ പല പ്രൊഡക്റ്റുകൾ, സോപ്പ്, മറ്റ് മോയ്സ്ചർ ക്രീമുകൾ, അതുപോലെ പിന്നെ ഒരുപാട് സംഭവങ്ങൾ, അച്ചാർ ഐറ്റംസ്, പിക്കിൾസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അതിലപ്പുറം കൂടുതൽ ആകർഷിച്ചത് എന്താണ് പറയുക, വെള്ളച്ചെറുതേൻ. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയത്. അതിന്റെ പിന്നെ കോളനി പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ കോളനി ഓപ്പൺ ചെയ്യുകയും അതിൽ നിന്ന് നേരിട്ട് എടുക്കുകയും പിന്നെ ഇനി അടുത്ത് നമുക്ക് തുടങ്ങാൻ പറ്റുമോ എന്നുള്ളതിന്റെ ഒരു പഠനമാണ്. ഇപ്പൊ നമ്മള് സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഞാൻ 13 വർഷമായി തുടങ്ങിയിട്ട്. ഇപ്പൊ ഡിസംബർ 22-ാം തീയതി നമ്മുടെ ആ സ്ഥാപനം ഓപ്പൺ ആയത്. എല്ലാം കൂടെ ഒരു കൂടെ കീഴിൽ കൊണ്ടുവന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഓപ്പൺ ആക്കിയത്. അതിൽ ചെറുതേനും വൻതേനും എല്ലാം. നമ്മളിപ്പോ പോയത് ചെറുതേൻ മാത്രം വയ്ക്കുന്ന സൈറ്റാണ്. അതുപോലെയുള്ള സൈറ്റ് ഉണ്ട്. അതുകൂടെ വൻതേനും ചെറുതേനും ഇതേപോലെ മിക്സ് ചെയ്യുന്ന സൈറ്റുകളുണ്ട്. എക്സ്പോർട്ടിംഗ് ഒന്നുമില്ല. ഓൾ ഇന്ത്യ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. എല്ലാം നിങ്ങളെ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ? അതോ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ നല്ല പ്രൊഡക്ട്സ് വേറെ പുറത്തുനിന്ന് നല്ല കർഷകരിൽ അതിലൊരു മുരിങ്ങയുടെ മാത്രം ഒരു സ്പെഷ്യൽ സാധനം കണ്ടല്ലോ. മുരിങ്ങ എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടില് മുരിങ്ങ പ്ലാന്റേഷനിൽ കൃഷി ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യുമ്പോൾ റബ്ബർ തോട്ടം മാത്രമായിരിക്കും. അപ്പം ആ സെയിം ഹണി ബീസിനെ മുരിങ്ങത്തോട്ടത്തിലേക്ക് മാറ്റിയാൽ അവിടുന്ന് കിട്ടുന്ന തേൻ മുരിങ്ങ ഹണി ആയിരിക്കും. അതിന്റെ ഒരു നല്ല രുചിയാണ്, നല്ല ടേസ്റ്റ് ആണ്. വന്ധ്യതയ്ക്ക് വല്ല കുഞ്ഞുങ്ങളുണ്ടാകാത്തവരൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് ആ ഒരു സാധനം. നല്ല ഹണിയാണ്. ഈ ഈച്ചകളുടെ നമ്മൾ ഓരോ ബോക്സ് തുറന്നപ്പോൾ വിവിധ ബോക്സുകളിൽ നിന്നും കിട്ടുന്ന തേനുകളിൽ ചെറിയ രുചി മാറ്റങ്ങൾ, ചേഞ്ച് പോലും കാണുന്നുണ്ട്. ചില കോളനി നല്ല പൂവിന്റെ മണമുള്ള കോളനിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് ഈ ഈച്ചകളെ കുറിച്ചുള്ള പഠനം വലിയൊരു ഏരിയ തന്നെയാണ്. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട് ഈച്ചകളെ കുറിച്ചാണ്. അതെ, ഈ തേനീച്ചകളെ കുറിച്ച് മാത്രം ഒരു അധ്യായമുണ്ട്. അതിലൊരുപാട് അത്ഭുതങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ വായിക്കാൻ പറ്റുന്നുണ്ട് എന്ന് വന്ന് കണ്ടപ്പോൾ. അതായത് മാസങ്ങളുടെയും വർഷങ്ങളുടെയും അധ്വാനത്തിൽ അവരെടുത്ത സാധനമാണ് നമ്മൾ ഈ 2-3 മണിക്കൂർ കൊണ്ട് ഇത്രയും കളക്ട് ചെയ്തെടുത്തു. ഈ തേനീച്ചകൾ ഈ കൂട് കൂട്ടുന്നതിനെ കുറിച്ചും അതുപോലെ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ ഖുർആനിലുള്ള പരാമർശങ്ങളുണ്ട്. അപ്പോൾ അത് ഇതും അധ്യായം തന്നെ ഇതിന്റെ പേരിലുണ്ട്, തേനീച്ച എന്ന അധ്യായം തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം, ഇവിടെ എത്തിച്ചേർന്ന സന്തോഷം, ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് ഇവിടെ വരെ വരാൻ
ഒരു മനസ്സ് തോന്നിയൊരു സന്തോഷം. ഇനിയും വരും. അപ്പോൾ എത്തുക. എല്ലാവിധ ആശംസകളും. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു.